ഹായ് ഹലോ വെൽക്കം ടു ആര്യ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റോസ്മേരി ഓയിൽ, സോൾഫ്ലവറിൻ്റെ റോസ്മേരി ഓയിലിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹെയറിന് നമുക്ക് ചെറിയ ഇച്ചിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഹെയർ ഫോളൊക്കെ നന്നായിട്ട് തോന്നി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു എണ്ണ ഇങ്ങനെ മാറ്റി കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ പല ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാഡ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓയിലിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ ഏതാണോ നമ്മുടെ നല്ലതെന്ന് തോന്നുന്ന ഒരു ഓയിൽ നമ്മൾ ആക്കുക. പക്ഷേ ഒരു ഓയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അത് നമ്മുടെ ഹെയറിലേക്ക് പിടിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ ഹെയറിലത് പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം അല്ല, നമ്മുടെ ഹെയറിലത് ഓട്ടോമാറ്റിക്കലി ഒരു മാസം കഴിയുമ്പം ഒരുവിധം ഹെയർ ഓയിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം കുറച്ചും കൂടി ബെനിഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാം. അതിന് പറ്റിയതാണ് നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ. ഇത് സോൾഫ്ലവറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെയർ നല്ല സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയർ സ്കാൽപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് ഒന്നും അപ്പാടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ചിലരൊക്കെ ഉണ്ടാകും റോസ്മേരി ഓയിലൊക്കെ വാങ്ങിച്ചിട്ട് അത് അപ്പാടെ യൂസ് ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ആ വെളിച്ചെണ്ണയിൽ ഒരു 2-3 ഡ്രോപ്പ് ഉറ്റിച്ചിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു 10-15 മിനിറ്റ് ഒരു ഹെയർ ഓയിലും അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കും ഒരു 15 മിനിറ്റ് കൂടുതൽ നമ്മൾ ഹെയറിൽ വെച്ച് പിടിപ്പിക്കരുത്. മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ അത് കഴുകി കളയണം. അത്രയും സമയം മതി നമ്മുടെ ഹെയറിലേക്ക് ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഷാമ്പൂ വാഷോ അല്ലെങ്കിൽ നമ്മുടെ താളിയിട്ടോ ഒക്കെ വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഇത് നല്ലൊരു ഹെയർ എസെൻഷ്യൽ ഓയിലാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. നമ്മളൊരു മാക്സിമം ഒരു 2 മന്ത്സ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഫീൽ ചെയ്യും. ഈ ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല. 1-2 ദിവസം കൂടുമ്പോഴോ ഉള്ള ഹെയർ ഓയിലിങ്ങിൽ നമ്മളിത് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 1-2 ഞാൻ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എത്രത്തോളം പേർക്ക് ഇത് എഫക്റ്റ് ആവുമെന്ന് അറിയില്ല, പക്ഷേ മാക്സിമം എൻ്റെ കാര്യത്തിൽ ഇത് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ട്രയൽ ആൻഡ് എറർ വഴിയാണ് നമുക്ക് ഏതാണോ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 2 വീക്ക് കൂടുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ ഹെയർ പാക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ട. ഹെയർ ഓയിലിംഗ് മാത്രം, അതും ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഷാമ്പൂ ചെയ്തിട്ട് നമ്മൾ കണ്ടീഷണർ ഉറപ്പായിട്ട് ഇട്ടിരിക്കണം. സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രോട്ടീൻ മാസ്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിന് റേറ്റ് വരുന്നത് 424 രൂപയാണ്. ഇതിന് 450 കാണിക്കുന്നത്. എനിക്ക് ഇത് 424 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് വെർജിൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെർജിൻ ഓയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു വെർജിൻ ഓയിലാണ്. ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ റിവ്യൂവും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ഡ്രോപ്സ് റോസ്മേരി ഓയിലിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ആൾ.